ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ സെഡോൺ കുട്ടനുമായി ഒരു കിടിലൻ ട്രിപ്പ് പോക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് ട്രിപ്പ് പോകണം. അതായത് കഞ്ഞി ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ സെഡോൺ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്നത് സ്റ്റഡി ട്രിപ്പാണെന്നാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുക്കനെ ഇവിടെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പാണ് ഇത്. പിന്നെ ഇതൊരു രണ്ടാമത്തെ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്, വ്ളോഗ്. ഞാൻ കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബട്ട് നമ്മളെ വീഡിയോയിൽ വിടാൻ പറ്റുന്നത് രണ്ടാമത്തെ ട്രിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ണസിൻ്റെ വണ്ടി ഇങ്ങനെ അവിടെ കിടപ്പുണ്ട്. അമ്മമാരെന്താ അവിടെ കിടക്കുന്നത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്കൂളിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്കൂളിലേക്ക് പോയി നോക്കാം. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടൈമൊന്നുമില്ല. അവർ പറഞ്ഞത് നേരത്തെയാണ്, നമ്മൾ നേരത്തെ തന്നെയാണ് പോണത്. ബട്ട് അമ്മമാർക്ക് കാര്യങ്ങൾ എൻട്രി എടുക്കാണ്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഏതൊരു പിള്ളേർക്കും എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടാവും, അതെല്ലാവർക്കും അറിഞ്ഞായിരിക്കും. അപ്പോൾ നമ്മളെ സെഡോണ് വണ്ടിയും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്യ ഇടുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അഥവാ ലേറ്റ് ഇട്ട് അഥവാ പോലീസുകാരും കാര്യങ്ങളൊക്കെ പിടിച്ചാൽ പിന്നെ പണിയാവും. പിന്നെ നമുക്ക് എൻട്രിക്ക് കാര്യങ്ങൾ ലൈറ്റ് ഇട്ട് ഇതാക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ എം വി ഡിസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ അഴവാനായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എം വി ഡിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ എം വി ഡിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ സ്കൂളും കാര്യങ്ങൾ എത്താനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൈറ്റും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ബട്ട് നമ്മളും ചെറുതായിട്ട് ഒന്നും തട്ടിയിട്ടൊന്നുമില്ല. ബട്ട് കുത്താൻ പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇൻഡിക്കേറ്ററും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നും അറിയാത്ത പോലെ അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മളും കാര്യങ്ങളൊക്കെ അമ്മമാരും കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരിതാണ്. പിന്നെ ഒറിജിനലൊന്നും അല്ലല്ലോ, കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിർത്താനൊന്നുമില്ല. നമുക്ക് നേരെ പോകാൻ കത്തിച്ച് വിടാം. ഒരു സ്കൂൾ സ്റ്റഡി ട്രിപ്പായിട്ട് എൻട്രി കാര്യങ്ങളൊക്കെ മാറി എൻട്രി ഉണ്ടാവും. ബട്ട് ഒരു അലങ്കാര പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ സ്കൂളിൽ നിന്നായതുകൊണ്ട് അല്ലെങ്കിൽ അലങ്കാര പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും സ്കൂളെത്തിയിട്ട് കാണാം. ഇവിടുന്ന് കുറച്ചൊക്കെ പോകാനുണ്ട് സ്കൂളിലേക്ക്. നമ്മളും സ്കൂളിൽ കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ട്. ഇത് 3 വേ ആണ്. അതായത് ഇവിടെ 3 വേ ആയിട്ടാണ് കൊടുത്തുള്ളത്. നമുക്ക് നല്ല 3 വേ കൂടി ഇങ്ങോട്ട് പോകാം. അപ്പോൾ വൈബ് സ്ഥലമാണ് 3 വേ. അപ്പോൾ ഏത് സ്കൂളാണ് തോന്നുന്നത്. ഇവിടെ ആയിരുന്നു വേറെ ട്രിപ്പ്, ഇനിയിപ്പോൾ അവിടെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ട്രിപ്പും കാര്യങ്ങളും ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തായാലും എത്താനായിട്ട് കാണാം. പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും കയറ്റാനില്ല. അതൊക്കെ നമ്മൾ സ്കൂളും കാര്യങ്ങൾ എത്താനായപ്പോൾ നമ്മളെ വണ്ണസിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളും കാര്യങ്ങളൊക്കെ അവരടുത്ത് ഇതിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ തിരിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സുഖമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ബസ് പ്രേമികളായ ഏറ്റവും വലിയ സുഖമാണ്. പിന്നെ നമ്മൾ സ്കൂൾ കാര്യങ്ങൾ എത്താനായിട്ടുള്ളപ്പോൾ എന്തായാലും വീഡിയോസ് കുറച്ചൊക്കെ എടുപ്പ് അങ്ങോട്ട് തുടങ്ങാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏരിയയായിട്ട് ഡർബോൻ്റെ ട്രിപ്പാണ് നമ്മൾ ഇൻസ്റ്റയിൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ മച്ചാന്മാർ ചോദിച്ചിരുന്നു അതിൻ്റെ വീഡിയോ എവിടെ. ഞാൻ കുറേ ദിവസം മുമ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ. പിന്നെ നമ്മളെ വണ്ടിയും കാര്യങ്ങൾ കഞ്ഞി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്കും ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഫോട്ടോ കാര്യങ്ങൾ എടുത്തിട്ടാണ്. ബട്ട് ഇവിടുന്ന് കുറച്ചൊക്കെ ഏറ്റാൻ പണിയാണ്. അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ എനിക്ക് പോകാനുള്ളത് നേരെ നമ്മൾ മൂന്നാർ അങ്ങനത്തെ ലോങ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ചെറുക്കന്മാരിവിടെ കിടപ്പുണ്ട്. ശരിക്കും മറ്റേ സ്ഥലത്ത് കൂടെയായിരുന്നു കയറേണ്ടത്. ബട്ട് ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ കയറ്റിയെടുത്തു. അപ്പോൾ നമ്മളെ കുമ്പിൻ്റെ ഇവിടെ കാര്യങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. വൈബ് ഇതാ നമ്മളെ ഈ ഒരു കയറി നമ്മൾ വണ്ടി ട്രിപ്പും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 നേരം ഇവിടുന്ന് എടുക്കലാണെങ്കിൽ പണി. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടി കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സെഡോണാണ്. B6 കൊടുത്താൽ അതിന് വലിയ പണിയാണ്. നമ്മുടെ സ്വന്തം B6 സെഡോൺ B6 കൊടുത്താലേ അതിന് വലിയ പണിയാണ്. അതിന് വലിയ തന്നെ കൊഞ്ചനാണ്. പിന്നെ അവരും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തത് ഈ വണ്ടി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു എല്ലാവർക്കും B6 ആണ് വേണ്ടത്, നിങ്ങളെന്താ പുതിയ വെറൈറ്റി പിടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വില കുറച്ച് ഇതാക്കാനും നമുക്ക്
ഈ വണ്ടി ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ പേര് പൊക്കി അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയും പറയാൻ പറയുന്നത് പൊക്കി അടിക്കണ പറയാൻ പറ്റുന്നത് ഞാൻ സത്യം പത്രം പറയുമ്പോൾ നമ്മളാം മാസമായുണ്ട്. അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ നേരെ ഇനി ഇവിടുന്ന് പോകണം. ചെങ്ങായി കാര്യങ്ങൾ ഈ ലോറി ഡ്രൈവറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടുണ്ട്. ബട്ട് അതൊന്നും കുഴപ്പമില്ല. നമ്മൾ നേരെ നമ്മളെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴി വരെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഉണ്ട്. ലോങ് വീഡിയോ ആയാൽ വിടാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊച്ചന്മാരെ ഇവർക്കും കാര്യങ്ങൾ ഫുഡും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരസ്ഥലമായിട്ടുള്ള ഈ സ്പോട്ടിൽ നിന്നാണ് കൊടുക്കാറ്. എല്ലാവർക്കും അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ട്രിപ്പിൽ വയനാട്ടിലേക്ക് പോകുന്ന വീഡിയോ. അപ്പോൾ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ തിരിച്ചിടണം. അല്ലെങ്കിൽ നമ്മൾ പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടി ഇവിടെ അടുപ്പിച്ച് കൊണ്ടിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് ഇവിടെ അല്ല, സോറി ഇവിടെ വണ്ടി കാര്യങ്ങളൊക്കെ വേറെ വണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ വലിയ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്. ഇവിടെ കുറേ ആൾക്കാർ കുറേ ബസ് ഡ്രൈവേഴ്സിൻ്റെ ഷോപ്പ് അങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബസ് ട്രെയിനുകൾക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് നേരെ ഇവിടുന്ന് പോകണം. കാരണം എന്താ വെച്ചാൽ ടൈമൊന്നുമില്ല. വേഗം പോയിട്ട് ഇത് പോണ വീട് മാത്രം വിടാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ വരുന്ന വീട് വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പോണ വീട് മാത്രം നമ്മൾ വിടാം. അപ്പോൾ ഇനി ഇങ്ങനെ വഴി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വേറെ ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മൾ എയറും കാര്യങ്ങളൊക്കെ ലീക്കായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് കുറച്ചൊക്കെ എൻ്റെ വിടാന്ന് പറഞ്ഞാൽ ലോങ് വെക്കേണ്ട വെച്ചിട്ടാണ്. ഇനി ഇവർക്കും കാര്യങ്ങളും ഫ്രഷപ്പ് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരത്തിന് മുമ്പ് ഫ്രഷ് ഉണ്ടാക്കിയിരുന്നു. ഇത് നമ്മളെ സ്വന്തം ഹോട്ടലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. അപ്പോൾ വേറെ ചെറിയ പ്രശ്നമില്ല. ഉച്ചമാരെ ഇവരിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തായാലും നേരെ കയറി നമ്മൾ നേരെ ഇനി എവിടെ നിൽക്കുന്നില്ല. നമുക്ക് നേരെ നമ്മൾ സ്ഥലത്തേക്ക് പോകണം. ഈ വേഗം പോകണം. കാരണം എന്താ വെച്ചാൽ ഇവരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് വേഗം പോയിട്ട് എത്തണം. കാരണം എന്താ വെച്ചാൽ ഒരു ലോങ് ട്രിപ്പൊന്നുമല്ല, ഒരു ദിവസത്തെ ട്രിപ്പാണ്. അവർ നിർത്തിയിട്ടിട്ട് നമ്മൾ തിരിച്ചവരെ കൊണ്ടാക്കി കൊടുക്കണം. ആ കൊണ്ടാക്കേണ്ട വീട് നമുക്ക് എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോറടിപ്പിക്കണ്ട വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മൾ കാര്യങ്ങളൊക്കെ സ്ഥലത്തേക്ക് എത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇനി കുറച്ച് പോകാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്റ്റേയിങ് ഒന്നുമില്ല. ബട്ട് നമ്മൾ സ്റ്റേയിങ്ങിന് അവർ വേറെ സ്ഥലത്തേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ സ്റ്റേയിങ്ങിന് വേറെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്നും വീട് നമ്മൾ വിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ലോങ്ങായി. ഈ യൂട്യൂബിൽ എനിക്ക് കിട്ടുന്ന പ്രശ്നമാണ്. ഒരു 20 ഇതിൻ്റെ മുകളിൽ പോയാൽ കാര്യങ്ങളൊക്കെ വീട് പിന്നെ വിടാൻ പറ്റില്ല. അതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അറിയാത്തവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഈ തിരിച്ചു പോകുന്ന വീഡിയോ ഇങ്ങനെ ഒന്ന് വിടാത്തത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കണം. അപ്പോൾ അതാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉള്ളത്. പിന്നെ നമ്മളൊരു മുമ്പിലൊരു ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ബട്ട് ആ വണ്ടി നമ്മൾ മുമ്പിൽ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അധികം നേരമൊന്നുമില്ല. ഇവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് എത്താനായിട്ടുണ്ട്. കാരണം ചോരയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുകയാണ് കയറുകയാണ് ഇറങ്ങുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചുരം കയറും. അങ്ങനെയാണ് കാര്യങ്ങൾ. ബട്ട് നമുക്ക് കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോകണം, കുറച്ചൊക്കെ ഇറങ്ങിപ്പോകണം. ഇറങ്ങിപ്പോയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഇല്ല ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എൻ്റെ വിചാരം ആ സ്ഥലം കാണാൻ പോയിട്ടാണ്. ബട്ട് അതല്ല കാണാൻ പോകുന്നത്, വേറെ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് കാര്യങ്ങൾ മുമ്പും കാര്യങ്ങളൊന്നും ഓവർടേക്കും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ബട്ട് നമുക്ക് വേഗം പോകുന്നതുകൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണ്. പിന്നെ ഇവിടുത്തെ ഓവർടേക്ക് കാര്യങ്ങൾ ചെയ്ത് കണ്ടാൽ നമുക്ക് ഫൈൻ, അല്ലെ വീഡിയോ കണ്ടാൽ നമുക്ക് ഫൈനും കിട്ടും. ഞാൻ കണ്ടാലെല്ലാം പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ സ്പീഡ് പോകാൻ പാടില്ല എന്നാണ് നമ്മളൊരു നേരത്തെ പറഞ്ഞുള്ളത്. ഇവിടുത്തെ ഒരു കടക്കാരൻ നമ്മളടുത്ത് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ചീത്തല്ല, ഉപദേശം വന്നിട്ടുണ്ട്. ഉപദേശം എന്ന് പറയാൻ പറ്റില്ല, ചീത്ത എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ KSRTC ഇപ്പം തന്നെ നമ്മൾ വന്ന് കുത്തിയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾ സ്പീഡിലൊന്നും പോകല്ലേ, വണ്ടിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പിന്നെ സ്റ്റുഡൻസാണ്, പിന്നെ അവർക്കൊരു സമാധാനം നിങ്ങൾ പറയേണ്ടി വരും. പിന്നെ നമ്മൾ പോയി ഇടിച്ചാൽ പിന്നെ കളർ കോഡ് പോയിട്ട് പിന്നെ ടൂറിസ്റ്റ് ബസ്സിന് കാണാൻ പാടില്ല എന്ന് വേഗം വലിയ ഇറക്കും. അപ്പോൾ അതിലും വലിയ ഇടിക്കാത്തതാണ് നല്ലത്. പിന്നെ ഇപ്പോഴത്തെ വണ്ടീൻ്റെ എല്ലാ സെറ്റ് വർക്കും കാര്യങ്ങളും എവിടെയും കാര്യങ്ങളൊക്കെ ഓരുന്നുണ്ട്. അതിൽ വിരോധമുള്ളവരൊന്നും കമൻറ്റ് ചെയ്യുക. എനിക്ക് വിരോധമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ എന്താ പറയുക ഡ്രൈവർമാരെ കുഴപ്പമാണത്. എല്ലാ ഈ ബസ്സിൻ്റെ കുഴപ്പമില്ല.
ഡ്രൈവർ അന്ന് ആ ഒരു 2022 തോന്നുന്നത്. അന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടിച്ചല്ല, അയാൾ ഉറങ്ങിപ്പോയതാണ്. അയാൾ ട്രിപ്പ് എടുത്ത് വന്നതല്ലേ, അപ്പോൾ ഉറങ്ങിപ്പോയതാണ്. വേറെ ഡ്രൈവറോ ചില വണ്ടീൻ്റെ കുത്തില്ലല്ലോ. വണ്ടി ഇപ്പോൾ ഓടിക്കുന്നവരെ സ്കില്ലനുസരിച്ചാണ് വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ല വണ്ടി മൂതൊന്നുമല്ല. പിന്നെ നമ്മുടെ മുമ്പിൽ MVD ചേട്ടന്മാർ പോകുന്നുണ്ട്, നമ്മുടെ ബെല്ലെ പോകാൻ പറ്റുള്ളൂ. MVD ചേട്ടന്മാർ മുമ്പിലെടുക്കാം. പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, 2 വണ്ടികളൊക്കെ ഇപ്പോൾ പോയി. എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവന്മാരെ കാര്യങ്ങളൊന്നും ഞാൻ പോവില്ല. എല്ലാ പാവപ്പെട്ടവന്മാരും നെഞ്ചത്ത് കയറാനായിരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെയാണ് ഇവിടെ കുറച്ച് വ്യൂ പോയിന്റുള്ള സ്ഥലമാണ്. അല്ല ഇവന്മാർക്ക് അത് കണ്ടോ, ഇവന്മാർക്ക് സിഗ്നലൊന്നും ഇല്ലല്ലോ. എന്താ ഇവന്മാർക്ക് മാത്രം സിഗ്നലില്ലേ? ആ ലോറിക്കാരെ നിർത്തിയാണ്. നമുക്ക് പിന്നെ സിഗ്നൽ ഗെയിമാണ്. ബട്ട് ഇവന്മാർക്ക് എന്താ സിഗ്നലില്ലേ? ഇവന്മാർ ടീം KBR ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് നമുക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ഒറിജിനാലിറ്റി നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ കൺഗ്രാജുലേഷൻ ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഇവന്മാരുടെ സ്വഭാവമാണ് ഇങ്ങനെ. നമ്മളെ പാവപ്പെട്ടവന്മാരെ നെഞ്ചത്ത് കയറിയിട്ട് ഇവന്മാർ നേരെ പോകും. എന്താ ഇത് കേരളത്തിലെ മന്ത്രിക്കൊന്നും കാണുന്നില്ല. നമ്മളെ നെഞ്ചത്ത് കയറും, പക്ഷേ അവർ നെഞ്ചത്ത് കയറില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് പോകാനുള്ള നേരെയാണ്. ബട്ട് മറ്റേ ഞാൻ പറഞ്ഞല്ലോ, ഇവന്മാരെ കാര്യങ്ങൾ ലോഡ്ജിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ വാഷ് ചെയ്യാൻ കൊണ്ടുപോയിടും. പിന്നെ നമ്മളവിടെ ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവന്മാർ കാണുന്നൊരു പാർക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നു. പാർക്ക് വയനാട്ടിലൊരു പാർക്കാണ്. ഇനി തോന്നുന്ന സ്ഥലങ്ങൾ കാണാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇവിടെയും കാര്യങ്ങളൊക്കെ കുറച്ച് പണിയായിട്ടാണ് നിൽക്കാൻ പറ്റിയത്. എന്താ വെച്ചാൽ ഇവിടെ ചുള്ളേരിയാണ്. ഇവിടെ ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. ഇവന്മാർക്ക് വൈബ് സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടികൾ പോകുന്ന കണ്ടിട്ട് ഇവന്മാർക്ക് ചായ കാര്യങ്ങളൊക്കെ കുടിക്കുക. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ വണ്ടി കാര്യങ്ങൾ നിർത്താൻ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നിർത്തി അങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ലൈറ്റിങ് കാര്യങ്ങൾ ഫുൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങാം, നമുക്കും ചില്ലടിക്കണ്ടേ. അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ ഞാനും വെച്ച് ഇവിടെ ചായ കുടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ചെറുക്കൻ്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കാം. അങ്ങനെ എടുക്കാം. ഇവർ കാണാൻ വന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വണ്ടി ഇങ്ങനെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ പറയാൻ പറയുന്നത് ഇങ്ങനെ ഇടാനാണ്. ഇങ്ങനത്തെ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേറെ ഒരു കാര്യങ്ങൾ പോവാം. ഇവിടെ ഒരു ഹെലികോപ്റ്റർ പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ബസ് അങ്ങനത്തെ എന്തോ പോലെ സാധനമാണ്. മെയിനായിട്ട് ഈ പാർക്കാണ് ഹൈലൈറ്റായിട്ട് ഇവർ കാണാൻ വന്നത്. കുറച്ച് ടീംസ് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, കുറച്ച് ടീംസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളും കിടങ്ങൊക്കെ ആ പാർക്കിലോട്ടത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഇവിടെ മേലെ. പിന്നെ അത് അവിടുത്തെ താഴത്തൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ. നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ നമുക്കിനി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്ര വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്നീ കാര്യങ്ങൾ ഇവരും കാര്യങ്ങളൊക്കെ എടുത്തു പോയാൽ പണിയൊക്കെ ഉണ്ടാവും. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.